5 ശവശരീരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ ശവശരീരത്തിൽ നിന്നും തലയോട് അപഹരിക്കുക എന്ന് പറയാൻ പാടില്ല. ആ തലയോട് അവിടുന്ന് എടുത്ത് അങ്ങ് സൂക്ഷിക്കണം, കഴുകി സൂക്ഷിക്കണം. പക്ഷെ മറ്റുള്ള ആരും തന്നെ ഇത് കാണാനും പാടില്ല. പക്ഷെ അങ്ങ് വളരെ വിശേഷത്തോടു കൂടി എല്ലാം എനർജി സ്വരൂപിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് രണ്ടാമത്തെ ശവശരീരം അവിടെ കാണില്ല. ഇവരുടെ ബോഡി ഇവർ തന്നെ തിരിച്ചെടുത്ത് പൂജ ചെയ്യുന്ന രീതിയുണ്ട്. പ്രസാദ് പറഞ്ഞ ഈ ഡെഡ് ബോഡിയുടെ ഇത് തന്നിരുന്നത് ആർത്തവ സമയത്ത് ക്ഷേത്ര ദർശനം നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവരുടെ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 5 കിലോമീറ്റർ ചുറ്റളവിലാണ്. പക്ഷേ ഗംഗാ തീരം തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ ഈ ഡെഡ് ബോഡി സ്വീകാര്യം. പിന്നെ ഇവർ എല്ലാ ദിവസവും ഒരു ടൈം കീപ്പ് ചെയ്യാത്ത രീതിയിൽ ഇവർ സ്നാനം ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അല്ലാതെ ഇവർ ഈ പറഞ്ഞ പോലെ കുളിക്കാത്തവർ ജട കെട്ടി വെച്ചിരിക്കുന്ന 40 വർഷമായിട്ട് കുളിക്കാത്ത അഘോരി വന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഈ നാഗാ സയൻസിനെ അഘോരി എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ കുറച്ചുകൂടെ രൂക്ഷമാവുന്നത്. UP-യിലൊക്കെ നമ്മൾ ട്രെയിനിൽ വെച്ച് ഈ നഗ്ന സന്യാസിമാരെ കാണാറുണ്ട്. ശിവാനന്ദ പരമഹംസരുടെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സ്ത്രീ പുരുഷന്മാർ നഗ്നരായി ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ആ നഗ്നത എന്താണെന്നും ആ നഗ്നതയുടെ ബോധം എന്താണെന്നും ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുമല്ലോ. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം വരുമ്പോൾ കുറച്ച് ആളുകൾ പറയും ഒരു മണ്ടൻ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന്. എന്നിലെ ബോധമല്ല, എന്നിലെ തലച്ചോറ് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സമാന്തര സ്വർഗം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അങ്ങ് ഇതുവരെ ശ്രമിച്ചില്ലല്ലോ. പൂർണ്ണമായിട്ട് ഈഗോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ജനസമൂഹം. അതിൽ മനോരമ പറയുന്നുണ്ട്, ഇദ്ദേഹം പല ഭാവങ്ങളിലും പല രൂപങ്ങളിലുമായി 726 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഞാനൊരു SFI-കാരനാണ്. അദ്ദേഹം പെട്ടെന്ന് അവിടെ ക്ഷേത്രത്തിൽ തുപ്പി എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ അടിച്ചൊന്നും കൊന്നില്ല. ക്രൈസ്തവ സുഹൃത്തുക്കൾ കാവ്യ കൊടുക്കുന്നവരുണ്ട്. നമ്മളെ ആരും തന്നെ പാപികളെന്ന് പറയാറില്ലല്ലോ. ഇല്ല, നമ്മളെല്ലാം വിശുദ്ധന്മാരാണ്. പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവരുടെ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 5 കിലോമീറ്റർ ചുറ്റളവിലാണ്. 5 കിലോ. ഇത് പക്ഷെ പ്യുവർ ഗംഗയുടെ തീരത്തുമാണ്. ഗംഗയുടെ തീരം തന്നെയാണ്. പക്ഷെ കാശി അല്ലാന്നേ ഉള്ളൂ. കാശി കുറച്ചുകൂടെ ജനനിബിഡമാണല്ലോ. പ്ലാന്റ് സിറ്റി എന്ന നിലയിൽ കുറച്ചുകൂടെ ജനനിബിഡമാണ്. പക്ഷെ ഗംഗാ തീരം തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജലവുമായിട്ട് തന്നെയാണ് ഇവരുടെ ബാന്ധവം തുടരുന്നത്. വരണ്ട പ്രദേശങ്ങളാണ് ഭൂപ്രദേശം. പക്ഷേ ഇവരുടെ ബാന്ധവം ജലവുമായിട്ട് തന്നെ. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ഡെഡ് ബോഡി സ്വീകാര്യം. പിന്നെ ഇവർ എല്ലാ ദിവസവും ഒരു ടൈം കീപ്പ് ചെയ്യാത്ത രീതിയിൽ ഇവർ സ്നാനം ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അല്ലാതെ ഇവർ ഈ പറഞ്ഞ പോലെ കുളിക്കാത്തവർ ജട കെട്ടി വെച്ചിരിക്കുന്ന 40 വർഷമായിട്ട് കുളിക്കാത്ത അഘോരി വന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നാഗസന്യാസി. അവിടെയാണ് ഈ പ്രശ്നം. ഈ നാഗസന്യാസിയും അഘോരിയും തമ്മിൽ പലപ്പോഴും ബന്ധിപ്പിക്കുന്നു. പറഞ്ഞ പോലെ ഈ പറയുന്ന നിമിഷം വരെ ഗംഗാതീരത്താണ് ഇവർ കഴിയുന്നതെന്ന കാര്യത്തിൽ പേഴ്സണലി എനിക്കതറിയില്ല. ഞാൻ എന്റെ വിശ്വാസം വായിച്ചു അറിഞ്ഞു ഒക്കെ വിശ്വസിച്ചു ഇവരൊക്കെ ഹിമാലയത്തിലോ ഇരിക്കുന്ന ആളുകളാണ്. അല്ല, ഹിമാലയം കൂടെ അഘോരികളെ സംബന്ധിച്ച് ഹിമാലയം കൂടെ ചേരണം. കാരണം രാജസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഹിമാലയം കൂടെ ചേരുന്നത് തന്നെ ആയിരിക്കണം ഇത്. പക്ഷേ ഈ നാഗാ സയൻസിനെ അഘോരി എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ കുറച്ചുകൂടെ രൂക്ഷമാവുന്നത്. നാഗാ സയൻസ് അഘോരീസ് അല്ല. ഈ നാഗാ സയൻസിനെ സംബന്ധിച്ച് അവർ വിവിധ വിഭാഗം. ഇപ്പം നമ്മൾ ഈ അഖാഡകളെ കുറിച്ച് പറയുന്നത്, ഈ അഖാഡകൾ എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രെയിൻസ് സയൻസ് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലീഡർ. നമ്മളിവിടെ ഈ സമ്പ്രദായങ്ങൾ പറയില്ലേ, അതുപോലെ ഓരോ സമ്പ്രദായത്തിൻ്റെയും കീഴിലാണ് അത് വരുന്നത്. അതുപോലെ ഈ നാഗാ സയൻസിനും സമ്പ്രദായങ്ങളുണ്ട്. അതിൽ വസ്ത്രം ഉടുക്കുന്നവരുണ്ട്, വസ്ത്രം ഉടുക്കാത്തവരുണ്ട്, പുറത്തിറങ്ങാത്തവരുണ്ട്, പുറത്തിറങ്ങുന്നവരുണ്ട്. കുംഭമേളയ്ക്ക് മാത്രമല്ല നാഗാ സയൻസ് വരുന്നത്. നാഗാ സയൻസ് യാത്ര ചെയ്യാറുണ്ട്. നമ്മൾ നോർത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, UP-യിലൊക്കെ നമ്മൾ ട്രെയിനിൽ വെച്ച് ഈ നഗ്ന സന്യാസിമാരെ കാണാറുണ്ട്. കുംഭമേള പീരീഡ് അല്ലാതെ തന്നെ കാണാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയാൻ കുറച്ചുകൂടെ ഈ അഘോരി എന്ന പദം ചർച്ച ചെയ്യുന്നത് നാഗ എന്ന പദത്തെക്കാൾ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അഘോരികൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മാംസം കഴിക്കും, മാംസഭുജി എന്ന് പറയുന്ന ഒരു ചർച്ച, മനുഷ്യസഹജമായ ഒരു ചർച്ച ഇങ്ങനെ കുറച്ചുകൂടെ പുറത്തു വരുന്നത് കൊണ്ടാണ്. കാരണം ഏതോ ഒരു സമയത്ത് നമ്മുടെ ശിവാനന്ദ പരമഹംസരുടെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സ്ത്രീ പുരുഷന്മാർ നഗ്നരായി ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു അറിവിന്റെ പരിമിതി കൊണ്ട് പറയുന്നതാണ്. അത് പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ആ നഗ്നത എന്താണെന്നും ആ നഗ്നതയുടെ ബോധം എന്താണെന്നും ഇപ്പൊ അങ്ങ് പറയുന്നു വെള്ള ഷർട്ട് മോശമാണെന്ന് അങ്ങ് പറയുന്നു. അപ്പോൾ അങ്ങ് വെള്ള ഷർട്ട് മോശം എന്ന് പറയുമ്പോൾ ഞാൻ മോശമാണ്, ഞാൻ വെള്ള ഷർട്ടല്ലേ ഇട്ടിരിക്കുന്നത് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ എനിക്ക്. ഇത് മോശമാണോ നല്ലതാണെന്നുള്ള ബോധം എനിക്ക് മാത്രം എന്നിൽ അധിഷ്ഠിതമാണ്. ഈ ബോധത്തിന്റെ സുഖവും സുഖമില്ലായ്മയും അനുഭവിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഇത് നമ്മളുടെ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ മമ്മൂട്ടിക്ക് സുഖം, മോഹൻലാലിന് സുഖം, ഇത് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുമല്ലോ. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം വരുമ്പോൾ കുറച്ച് ആളുകൾ പറയും ഒരു മണ്ടൻ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന്.
അത് സത്യമാണ്. കാരണം അവരെ സംബന്ധിച്ച് എന്നെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ് മണ്ടൻ എന്നുള്ളത്. കുറച്ച് പേര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതും അവരെ സംബന്ധിച്ച് എന്നെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഞാനല്ല. ഇവർ പറഞ്ഞ മണ്ടനും ഞാനല്ല, ഇവർ പറഞ്ഞ ബുദ്ധിമാനും ഞാനല്ല. ഇത് രണ്ടും എന്നെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണ്. ഞാൻ ആരെന്ന ബോധം എന്നിൽ അധിഷ്ഠിതമാണ്. അല്ലാതെ എന്നെക്കുറിച്ച് ഇപ്പോൾ അങ്ങാരെന്ന ബോധം അങ്ങേക്ക് അധിഷ്ഠിതം, അങ്ങാരെന്ന ബോധം അങ്ങേക്ക് അധിഷ്ഠിതമാണ്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും മോശക്കാരും നല്ലവരും എന്ന് പറയാനായിട്ടുള്ള ബോധം എന്നിൽ തെളിഞ്ഞിട്ടില്ല. ഇത് എൻ്റെ ബോധം വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അഘോരികൾ എന്ന് പറയുന്നത് വളരെ, എനിക്ക് തോന്നുന്നു മീഡിയയ്ക്കൊക്കെ, മാധ്യമങ്ങളിൽ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് ഈ വിഷയം. ഇത് മാത്രമല്ല, അഘോരി വിഷയമൊന്നുമല്ല, എന്ത് വിഷയവും. ജീസസിനെ കുറിച്ച് പറയുമ്പോഴും, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴും, ബൈബിളിനെ കുറിച്ച് പറയുമ്പോഴും, ഖുർആനെക്കുറിച്ചും ഭഗവത്ഗീതയൊക്കെ പറഞ്ഞ നമ്മൾ കുറച്ചുകൂടെ പഠന വിധേയമാകണം. പിന്നെ ഇപ്പോൾ പുതിയ ലോകം വന്നു കഴിഞ്ഞപ്പോഴേ നമുക്കിപ്പോൾ നമ്മൾ ജേർണലിസം കഴിഞ്ഞവരാണല്ലോ, പക്ഷെ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ലിറ്ററേച്ചർ വേണമായിരുന്നു. ഇപ്പം നമ്മൾ ഈ വുഡ് പുഷേഴ്സ് എന്ന് പറയില്ലേ, വുഡ് പുഷേഴ്സ് എന്ന് പറയുന്നതിൽ പിന്നീട് പെൻ പുഷേഴ്സ് ആയല്ലോ. ഇപ്പൊ ശരിക്കും ക്യാമറ പുഷേഴ്സോ മൊബൈൽ ഫോൺ പുഷേഴ്സോ ആയി നമ്മൾ അപ്പോൾ ഒന്നും വേണ്ട എന്നുള്ളതാണ്. ഒന്നും നമുക്കിതിന്റെ ആവശ്യം ഒന്നും തന്നെ. കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഒരു ക്ലൂ തരാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്നൊരു അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പഠനത്തിന്റെ കുറവ് നമ്മളെ പുറകോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ എയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ, എയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങേക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യം കേട്ടോ, എല്ലാ തരത്തിലും എ ഉപയോഗിക്കണം. പക്ഷേ എ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങയുടെ തലച്ചോറ്, അങ്ങയുടെ ന്യൂറോൺസ് കണക്ട് ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ സത്യം പറഞ്ഞാൽ എൻ്റെ നമ്പർ എനിക്കറിയാം. അങ്ങയുടെ നമ്പറോ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ നമ്പറോ അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരുടെ നമ്പറോ നോക്കിയാൽ പോലും ഈ നമ്പർ എനിക്കിതിൽ കുത്തി വിളിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ന്യൂറോൺസ് കണക്ട് ചെയ്യപ്പെടാതെ പോയിട്ട് എത്രയോ കാലമായി. ഞാനൊരു ഡിഗ്രി PG കാലഘട്ടത്തിലൊക്കെ എനിക്ക് 10-200 ടെലിഫോൺ നമ്പർ അറിയാമായിരുന്നു. ആ ടെലിഫോൺ നമ്പറിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് കാണുമ്പോൾ അത് എവിടത്തെ നമ്പർ എന്നറിയാം, എവിടത്തെ നമ്പർ. ഇപ്പോൾ ഒരു കാരണവശാലും എനിക്കറിയാം. കാരണം എന്നിലെ ബോധമല്ല, എന്നിലെ തലച്ചോറ് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ ഹോൾ സർജറിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ബോധം വളരെയധികം പുറകോട്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, ഏറ്റവും കൂടുതൽ ഇന്റലക്ച്വൽ ആയിട്ട് നമ്മൾ പറയപ്പെടുന്ന ആളുകളിലെ അവരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പം കാണിക്കുന്നത്. ഒരു ചെരുപ്പ് കുത്തിയോ ഒരു ചുമട്ടു തൊഴിലാളിയോ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. ഈ ഉപദ്രവം മുഴുവൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് നേടുന്നത് എന്നുള്ളതാണ്. ഈ ധാർമ്മികമായിട്ട് നമ്മൾ എന്തൊക്കെ വൈശിഷ്ട്യങ്ങളാണ് നേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഈ അഘോരി ചർച്ച നമ്മൾ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. അഘോരികളെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കണം. എൻ്റെ പഠനം പോരാ, എൻ്റെ പഠനത്തിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ ബോധതലത്തിൽ എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും സഞ്ചരിക്കേണ്ടതായിരുന്നു. അഘോരി മാത്രമല്ലല്ലോ, അതിൻ്റെ അപ്പുറത്തെ എന്ത് പറയുന്നത്, വെറും കസ്റ്റമല്ല, ഒരു സിസ്റ്റം തന്നെ ഇവിടെ നിലവിലുണ്ട്. അതിനെ ഓരോ ദിവസവുമായിട്ട് ഒന്നിനും തള്ളിക്കളയേണ്ട, ഓരോ ദിവസവുമായിട്ട് നമ്മൾ അതിനെ സ്വീകരിച്ച് ഇപ്പോൾ പിന്നെ വിശ്വാമിത്രൻ അദ്ദേഹത്തിന് വേണ്ടി സമാന്തര സ്വർഗം സൃഷ്ടിച്ചല്ലോ. സമാന്തര സ്വർഗം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അങ്ങ് ഇതുവരെ ശ്രമിച്ചില്ലല്ലോ, അങ്ങ് ശ്രമിച്ചിട്ടില്ലല്ലോ. അങ്ങ് ഞാനും നമ്മൾ 3 പേരും നമുക്ക് ഇതുവരെ ഒരു ഇതെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഒരു MBBS എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഒരു സിവിൽ സർവീസിലേക്ക് നമുക്കൊരു ടെസ്റ്റ് എഴുതാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സിവിൽ സർവീസ്. പക്ഷേ അതേസമയം സിവിൽ സർവീസിലേക്ക് വന്നിരിക്കുന്നവർ, MBBSന് വന്നിരിക്കുന്ന മറ്റ് ശാസ്ത്രശാഖകളിലൊക്കെ ഔദ്യോഗിക മേഖലയിൽ വന്നിരിക്കുന്നവരെല്ലാം അതിന് ശ്രമിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് വ്യാസൻ അദ്ദേഹത്തിലൂടെ പറഞ്ഞത്, യുവർ ലൈഫ് ബിക്കംസ് വാട്ട് യു തിങ്ക്. അതിനപ്പുറം ഒരു സാധ്യതയും ഹൈന്ദവത്തിനകത്തില്ല. ഇതാണ് സാധ്യത. ഈ ഒരു സാധാരണ നമ്മൾ ദശനാമി സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് സാധാരണ സന്യാസി സമ്പ്രദായമുണ്ട്. ഇതിൽ നിന്ന് ഈ അഘോരി സമ്പ്രദായം ഏത് തരത്തിലാണ് മാറ്റിവെക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്താണ്? മറ്റൊരു ചോദ്യം കൂടെ ചേർത്ത് ചോദിക്കാനുള്ളത്, ഈ നമ്മളിപ്പോൾ കാണുന്ന പല സന്യാസിവര്യന്മാർക്കും അവർക്കൊരു പൂർവാശ്രമമുണ്ട്. ഒരു സാധാരണ ജീവിതത്തിൽ നിന്നാണ് അവർ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ധർമ്മത്തിലേക്ക് അങ്ങനെ പോകുന്നത്. ഇതേ പാത തന്നെയാണോ ഈ അഘോരി സമ്പ്രദായത്തിലേക്ക് പോകുന്ന ആളുകൾ? ഒരു പൂർവാശ്രമത്തിൽ നിന്ന് അവരത് ഉപേക്ഷിച്ച് മറ്റൊരു തലത്തിലേക്ക് യാത്രയാണോ? എങ്ങനെയാണ് തമ്മിലൊരു വ്യത്യാസം? അങ്ങനെ 2 ചോദ്യവും ചേർച്ചയുള്ള ചോദ്യം തന്നെയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 6 സന്യാസ വിഭാഗങ്ങളെയും വെല്ലുവിളിച്ചു കൊണ്ടുവന്ന വാമമാർഗികളാണ് ഇവരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കൊരു പുതിയ സിസ്റ്റം കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്, ഒരു സ്വാഭാവികമായിട്ട്.
രണ്ടാമതെന്ന് പറയുന്നത് ഇവർക്കും സ്വാഭാവികമായിട്ടുള്ള പൂർവാശ്രമം നിലവിലുണ്ട്. പക്ഷേ മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസം, കുറച്ചല്ല. കാരണം മറ്റൊരു സമ്പ്രദായം, ഇപ്പോൾ ഞാൻ എൻ്റെ പൂർവാശ്രമത്തിൽ ഞാൻ വെങ്ങാനൂർ ബാലകൃഷ്ണ, ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ്. എനിക്കൊരു ആശ്രമവാസിയായി അന്തേവാസിയായി ഒരു സിസ്റ്റം, ഏതോ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ഗുരുനാഥനിൽ നിന്ന് എനിക്ക് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് സന്യാസത്തിലേക്ക് കടക്കാം. കുറച്ച് എളുപ്പമാണെന്ന് തോന്നും, എൻ്റെ മനസ്സൊന്നൊരിക്കാൻ മതി. പക്ഷേ ഈ ഒരു അഘോരികൾ ഉണ്ടാകുന്നത്, അങ്ങ് നേരത്തെ ചോദിച്ചിരുന്നു, ഒരു അഘോരി ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അതിൻ്റെ കാരണം ഈ അഘോരി 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യ ഘട്ടമാണ്. ഈ ബ്രഹ്മചര്യ ഘട്ടത്തിൽ ഇവൻ്റെ ബാബയെക്കുറിച്ചുള്ള ഇവനൊരു പഠനം മാത്രമേ ഉള്ളൂ. ഇത് റാമിനെക്കുറിച്ച് ഇവരുടെ ഒരു ബിഷപ്പ് എന്ന് പറയാൻ പറ്റുന്ന അത്രയും ഒരു അതോറിറ്റിയെക്കുറിച്ചുള്ളൊരു പഠനവും ലൈവായിട്ട് നിൽക്കുന്ന ബാബയെക്കുറിച്ചൊരു പഠനവുമാണ് ഏത് സമയത്തുള്ളത്? ഈ ബ്രഹ്മചര്യ സമയത്ത്. രണ്ടാമത്തത് കുറച്ചുകൂടെ യങ് സ്റ്റേജിലേക്ക് ഇവർ മാറുന്നുണ്ട്. ഈ സമയത്ത് ഇവർക്ക് ബാബയെ കാണാൻ പറ്റും. വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ബാബ, ഒരു ബാബയല്ല, ഒന്നിലധികം ഗ്രൂപ്പ് ഓഫ് ആണ്. അപ്പോൾ ഈ ബാബയെ ഇവർക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ 3ാം ഘട്ടം എന്ന് പറയുന്നത് കുറച്ച് കഠിനമാണ്. കാരണം ഈ 3ാം ഘട്ടത്തിൽ എവിടെയോ വെച്ചാണ് ബാബ ഇവർക്ക് സജഷൻ കൊടുക്കുന്നത്. ഒരു സജഷൻ, ഉപദേശമല്ല. ഈ സജഷൻ എന്ന് പറയുന്ന ഒരു റൂട്ടാണ്, ഒരു വേവ്. ഈ റൂട്ട് വളരെ ശ്രദ്ധിക്കണം. ഈ റൂട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു 2ാം ഘട്ടത്തിലേക്ക് കടത്തിരിക്കുന്നത് ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, സ്റ്റുഡൻ്റ് എന്ന മീനിങ് ഉള്ളൂ. കാരണം ഇവർ ബ്രഹ്മചാരികളാണല്ലോ. അപ്പോൾ അങ്ങാണ് എന്നിൽ എനിക്ക് പ്രാപ്യമായിരിക്കുന്ന ബാബ അങ്ങാണെങ്കിൽ അങ്ങ് എനിക്കൊരു സജഷൻ തരും. ഞാൻ അഘോരി ആയിട്ടില്ല, അഘോരി വിദ്യാർത്ഥിയാണ്. അങ്ങ് തരുന്ന സജഷൻ എന്ന് പറയുന്നത്, അടുത്ത അങ്ങയുടെ ഇതുണ്ട്, ചില സ്ഥലത്ത് 11 ദിവസമാണ് പ്രത്യക്ഷത്തിൽ വരുന്നത്, ചില സ്ഥലത്ത് 14 വരുന്നുണ്ട്, 19 ഉണ്ടെന്നും പറയുന്നു. ഞാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങ് അടുത്ത വർഷം അങ്ങ് 11 ദിവസം ഈ അഘോരികൾക്കും അഘോരി വിദ്യാർത്ഥികൾക്കും ദർശനം കൊടുക്കും. അപ്പോഴും 1ാം ഘട്ടത്തിലുള്ള ബ്രഹ്മചാരിക്ക് ദർശനം കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങ് 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ അങ്ങേക്ക് ഈ ഞാനാകുന്ന ബാബ അങ്ങേക്ക് ഒരു സജഷൻ തരും. ഈ സജഷൻ എന്ന് പറയുന്നത്, അടുത്ത വർഷം ഞാൻ വരുന്ന സമയത്ത് എന്നെ കാണാൻ അങ്ങ് വരുമ്പോൾ ഇതൊരു ഗുഹാമുഖം മൂടുന്ന രീതിയൊക്കെ ഇതിനകത്തൊരു അവർ ഫോളോ ചെയ്യുന്നത്. അത് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും. കാരണം ഞാൻ ഇതിനൊരു ശാസ്ത്രീയ തലത്തിലാണ് ഇതിനെ കാണുന്നത്, ഒരു അന്ധമായ ഒന്നുമില്ല. അപ്പോൾ 5 ശവശരീരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 2ാമത്തെ ശവശരീരത്തിൽ നിന്നും തലയോട് അപഹരിക്കുക എന്ന് പറയാൻ പാടില്ല. ആ തലയോട് അവിടുന്ന് എടുത്ത് അങ്ങ് സൂക്ഷിക്കണം, കഴുകി സൂക്ഷിക്കണം. ഇത് തറയിൽ വയ്ക്കാൻ പാടില്ല. ചിലപ്പോൾ അങ്ങേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഒരു വർഷം ഏതാണ്ട് അടുക്കുമ്പം കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങേക്ക് കിട്ടാതെയും ഇരിക്കും. കാരണം 5 ശവശരീരം വേണ്ടേ? അങ്ങ് പോകുന്നിടത്ത് 6 ഉണ്ട്, 4 ഉണ്ട്, 5 ഇല്ല. ഇതൊരുമിച്ചുണ്ടാവണം. ഈ 64 ഘട്ടുകളിലും ഇപ്പോഴില്ലല്ലോ. മഹാഘട്ട് പോലുള്ള സ്ഥലത്ത് 10-50 ശവശരീരം ഒരുമിച്ചാണ്. അവിടെ ഒന്നുമില്ല. ചിലതൊക്കെ കുത്തിയങ്ങ് അപ്പുറത്ത് കളി. 2ാമത് അങ്ങ് എടുക്കാൻ ചെല്ലുന്ന സമയം അത് ആരും കാണാനും പാടില്ല. അവിടുത്തെ കസ്റ്റോഡി, ഈ ആരാച്ചാർ അദ്ദേഹം കാണും, പക്ഷെ മറ്റുള്ള ആരും തന്നെ ഇത് കാണാനും പാടില്ല. പക്ഷെ അങ്ങ് വളരെ വിശേഷത്തോടു കൂടി എല്ലാം എനർജി സ്വരൂപിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് 2ാമത്തെ ശവശരീരം അവിടെ കാണില്ല. ഈ പല സമയത്തും നേരത്തെ അറിയാമല്ലോ, ഈ ഘട്ടുകളിൽ നിന്ന് ഇത് കുത്തി വെള്ളത്തിൽ നിന്ന് ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെയൊന്നും കാശിയിലൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അങ്ങ് വളരെ ഇതായിട്ട് ഏറ്റവും അവസാനത്തെ എന്താ പറയുന്ന പീക്കിലെത്തുമല്ലോ. എത്തുന്ന സമയത്താണ് 2ാമത്തെ ഇവിടെ ചിതയിൽ ശവശരീരം ഇല്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാത്തിരിക്കണം ബ്രഹ്മചാരിക്ക്. എന്തിന്? ബാബ വരും വരെ. ഇല്ല, ഇതിൽ കിട്ടിയില്ല. ഈ എഡിഷൻ പോയി, ആ ടാസ്ക് കഴിഞ്ഞു. പക്ഷെ അടുത്ത സജഷൻ ഇപ്പോൾ വരുന്നല്ലോ, 1 മാസം കഴിഞ്ഞ് ബാബ വന്നു. പക്ഷെ ഇത്തവണ ബാബ നിങ്ങളെ വിളിക്കുന്നില്ല. വേറെ 10 പേരെയാണ് വിളിച്ചത്. നമ്മൾ CM-ന്റെ ഓഫീസിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ കളക്ടറേറ്റിൽ കൊടുക്കുമ്പോൾ സീരിയസ് ആയിട്ട് കളക്ടർക്ക് ഇത് എടുത്തു വയ്ക്കാൻ പറ്റില്ല. കാത്തിരിപ്പ് വീണ്ടും ചിലപ്പോൾ ഇനി 5-10 വർഷത്തിന് ശേഷം. പക്ഷെ അപ്പോഴും അങ്ങ് ഒരു ബ്രഹ്മചാരി എന്ന നിലയിൽ, ഒരു അഘോരി വിദ്യാർത്ഥി എന്ന നിലയിൽ അങ്ങ് വൈരാഗ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നില്ലേ? അതാണ് അങ്ങയുടെ കരുത്ത്. ഈ നമ്മൾ ഒട്ടകമുണ്ടല്ലോ, ഒട്ടകത്തെക്കുറിച്ചൊരു കഥയുണ്ട്. ഈ ഒട്ടകം അതിൻ്റെ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ, ഈ സാധാരണ ഇപ്പോൾ പശു
ആന ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ നക്കി തുടച്ച് താലോലിച്ച് ഇങ്ങനെ ചേർത്തൊക്കെ പിടിച്ച് ഉയർത്താനൊക്കെ ശ്രമിക്കും. പശുവൊക്കെ ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കും. എൻ്റെ വീട്ടിലൊക്കെ പശു അതിൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കും. പക്ഷേ ഒട്ടകത്തെ ക്ഷമിക്കണം ഒട്ടകമല്ല, ജിറാഫ് ക്ഷമിക്കണം. ഈ ജിറാഫിനെ സംബന്ധിച്ച് ജിറാഫ് അതിൻ്റെ കുഞ്ഞിങ്ങനെ എണീക്കാൻ ശ്രമിക്കും, ഇത് ചവിട്ടി തറയിലിട്ട് കളയും. വൈകുന്നേരം ശ്രമിക്കും, അപ്പോഴും ചവിട്ടിയിടും. പിറ്റേ ദിവസം അപ്പോഴും ചവിട്ടിയിടും. ഏതോ ഒരു ദിവസം അല്ലെങ്കിൽ ഏതോ ഒരു ഡ്യൂറേഷനിൽ ഈ കുഞ്ഞ് എണീക്കുമ്പോൾ അമ്മ ചവിട്ടുകയും കുഞ്ഞ് വീഴാതിരിക്കുകയും ചെയ്യും. അപ്പൊ അമ്മ ഇതിനെ ചേർത്ത് പിടിക്കും. പിന്നെ ഇനി ഒരിക്കലും തന്നെ ജിറാഫിനെ കിടക്കേണ്ടി വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ കരുത്താണ്. നമുക്കിപ്പോൾ കണ്ടില്ലേ, കടലോരത്ത് താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ, അവിടെ നമ്മൾ പോകുക, അവിടുത്തെ കുട്ടിയെ അയ്യോ അയ്യോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിളിക്കും. പക്ഷെ അവിടുത്തെ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമില്ല. തിര വരുമ്പോൾ ഇവന്റെ ഈ തുടയിലൂടെയൊക്കെ കയറി പൃഷ്ഠഭാഗത്തൂടെയൊക്കെ മണലൊക്കെ അടിച്ചിട്ട് ഇത് പൊക്കോളും. പക്ഷെ ഒന്ന് സംഭവിക്കും, കാരണം അവൻ അത്രയും കരുത്ത്. നമ്മൾ മുമ്പ് ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോഴേ ഈ കടപ്പുറത്ത് പോയി, നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ അവിടെ പോയി നമ്മൾ കളിച്ച് പ്രാക്ടീസ് ചെയ്യും. എന്തെന്ന് പറഞ്ഞാൽ അവിടെ കളിച്ച് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ സ്റ്റേഡിയത്തിൽ പുല്ലിൽ കളിക്കാനായിട്ട് ഒരു പ്രയാസം, പറന്നു പോകുക എന്ന് പറയില്ല. അപ്പൊ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിലായാലും ശരി, ഒരു അഘോരി സിസ്റ്റം, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഒരു വൈരാഗ്യം കൊണ്ടുപോകും. ഞാൻ ഇന്ന് പഠിച്ചേ കിടക്കുള്ളൂ, ഞാൻ ഇന്ന് വായിച്ചേ കിടക്കുള്ളൂ, ഞാൻ ഇന്ന് എഴുതിയേ കിടക്കുള്ളൂ, ഞാൻ ഇന്ന് ഈ തെങ്ങിന് തടമെടുത്തേ കിടക്കുള്ളൂ, 10 വാഴ ഞാൻ കൃഷി ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ വസ്ത്രങ്ങൾ, എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെ എല്ലാ വസ്ത്രങ്ങളും ഞാൻ തന്നെ നനയ്ക്കും എന്ന് പറയുന്ന ഒരു വൈരാഗ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈഗോ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യും. കാരണം ഇപ്പോൾ ഈ അഘോരികളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ധർമ്മശാസ്ത്രങ്ങളും വളരെ ആധികാരികമായി ആഴത്തിൽ ബോധമുള്ളവരാണ്. പക്ഷെ നമ്മൾ ചെന്ന ഉടനെ തന്നെ ഞാൻ ഈ ഇരുന്ന് പറയുന്ന പോലെ കുറച്ച് വ്യാസചരിത്രം പറയട്ടോ എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ മുമ്പിൽ വരാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ ഈഗോയും നഷ്ടപ്പെട്ടു പോയി. നമുക്ക് കുറച്ച് ഈഗോ ഉണ്ട്. നമുക്ക് ഈഗോ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ നിങ്ങളെ രണ്ടുപേരൊക്കെ നോക്കിയിട്ട് ശരി ഞാൻ കുറച്ചുകൂടെ പറയാം എന്ന് ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയുക, ഇതൊക്കെ നമ്മളിങ്ങനെ ശ്രമിച്ചോണം. അപ്പം അവർക്ക് പൂർണ്ണമായിട്ട് ഈഗോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ജനസമൂഹം എന്ന് പറയുന്നത് ഒരു ലയനമാണ് സംഭവിക്കാൻ പോകുന്നത്. എന്ത് വ്യക്തിബോധവും പ്രപഞ്ചബോധവും തമ്മിലുള്ള ഒരു ലയനം ഏത് നിമിഷവും സംഭവിക്കും. ആ സംഭവത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ്. നമുക്കറിയാമല്ലോ, നമ്മളെ സംബന്ധിച്ച് ധർമ്മപുത്രരോട് യക്ഷൻ പറഞ്ഞതുപോലെയാണ്, ഈ നമുക്ക് ഒരു ബോധമുണ്ട്. എന്ത് ബോധം എന്നറിയാമോ? എല്ലാവരും മരിക്കാനുള്ളതാണ്, നമ്മൾ മാത്രം മരിക്കില്ല. നമ്മളൊരു മരണ വീട്ടിൽ പോയി അറിഞ്ഞൂടെ? മരണ വീട്ടിൽ പോയി അങ്ങ് എന്നെ വിളിച്ച് ചോദിക്കുക, അവിടെ എവിടെ നിൽക്കുന്നു? ഞാനിപ്പോൾ ഓഫീസിലുണ്ട്. അവിടെ മരണ വീട്ടിൽ അല്ല, അത് വൈകുന്നേരം 5 മണിക്ക് എടുക്കുള്ളൂ. അത് വൈകുന്നേരം 5 മണിക്ക് എടുക്കുള്ളൂ. ഡെഡ് ബോഡി എന്ന അർത്ഥം വന്നല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അത് മരിക്കാനുള്ളതും ദഹിപ്പിക്കാനുള്ളതുമാണ്. പക്ഷെ ഞാൻ മരിക്കാനുള്ള ആളല്ല എന്ന് പറയുന്നത് ഈ ബോധമാണ് ഏറ്റവും കൗതുകരമായ ബോധമെന്നാണ് യക്ഷനോട് ധർമ്മപുത്രർ പറഞ്ഞത്. അപ്പൊ ഈ ബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിബോധവും പ്രപഞ്ചബോധവും തമ്മിലുള്ള ഒരു ലയനം എങ്ങനെ സാധ്യമാക്കാം എന്നാണ് അഘോരി ജീവിതം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഒന്ന് അനുബന്ധം ചോദിക്കുകയാണ്, ഇവരുടെ ആഫ്റ്റർ ഡെത്ത് എന്താണ്? സാധാരണ പോലെ തന്നെ ദഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ ബോഡി ഇവർ തന്നെ തിരിച്ചെടുത്ത് പൂജ ചെയ്യുന്ന രീതിയുണ്ട്. ഇവിടെ പലപ്പോഴും ലൈഫ് സ്പാൻ ഒക്കെ പറയുന്നത് 100 വർഷം 120 വർഷം ജീവിച്ച ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി. അത് ചിലപ്പോൾ സാധ്യതയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ കിനാറാം 150 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നും 170 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നും ചരിത്രം പറയുന്നു. ചരിത്രം അതിന് വലിയ അത്ഭുതപ്പെടേണ്ട. കേരളത്തിൽ അങ്ങനെയുണ്ട്. കേരളത്തില് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ ഒരു വലിയ ആഡംബരവും ബഹളമൊന്നും ഇല്ലാത്തൊരു സമാധിയുണ്ട് അവിടെ, പ്രഭാകര സിദ്ധയോഗിയുടെ സമാധി. അപ്പോൾ പ്രഭാകര സിദ്ധയോഗിയുടെ സമാധിക്ക് വലിയ വൈശിഷ്ട്യമുണ്ട്. അവിടെ ഈ പ്രഭാകര സിദ്ധയോഗിയുടെ സമാധിയോട് ചേർന്ന് ഒരു 2 രാജ്യങ്ങളുടെ പ്രാതിനിധ്യം അവിടെ കാണാം, റഷ്യയും ഉക്രൈനും. അവരവിടെ അടികൂടുന്ന സമയത്ത് ഇവർ ഒരുമിച്ചിരുന്ന് പാചകം ചെയ്യുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രഭാകര സിദ്ധയോഗിയെ ഗുരുവര്യനായിട്ട് സ്വീകരിക്കും. ഈ പ്രഭാകര സിദ്ധയോഗിക്ക് 2 സമാധികളുണ്ട്. ഇത് മലയാള മനോരമ പത്രവും ഹിന്ദു പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തെ ഗ്യാപ്പില് അത് റെക്കോർഡാണ്. 2 വർഷത്തെ ഗ്യാപ്പിലാണ്. ഒരു ദിവസം പത്തനംതിട്ടയിലെ ഇങ്ങനെ പ്രഭാകര സിദ്ധയോഗി എന്ന് പറയുന്ന ഒരു സന്യാസി വര്യൻ മരണപ്പെട്ടു എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തു. അതിൽ മനോരമ പറയുന്നുണ്ട്, ഇദ്ദേഹം പല ഭാവങ്ങളിലും പല രൂപങ്ങളിലുമായി 726 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് ഒരു ജേർണലിസ്റ്റ് വ്യൂ ആണ്. പക്ഷെ ഇതിനുശേഷം 2 വർഷത്തിന് ശേഷം
ഹിന്ദുവിന്റെ ചെന്നൈ എഡിഷൻ പറഞ്ഞു, പ്രഭാകര സിദ്ധയോഗി എന്ന് പേരുള്ള ഒരു മലയാളി ഇന്നിവിടെ മരണപ്പെട്ടു. അദ്ദേഹത്തെ ഇന്ന് സമാധിയിരുന്നു ചെന്നൈയിലാണ്. അത് റെക്കോർഡാണ്. അദ്ദേഹം 700 വർഷം ജീവിച്ചിരുന്നതായിട്ടാണ് വിശ്വാസികൾ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രഭാതം മുതൽ മറ്റൊരു അതെ. അപ്പൊ സ്വാഭാവികയുടെ അതിന്റെ ഇപ്പൊ നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാധ്യതയും തന്നെ നമുക്ക് തള്ളിക്കളയണം. ഈ നമ്മുടെ ബോധം ഏറ്റവും പ്രധാനമാണ്. ഞാൻ പണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എൻ്റെ സ്കൂളിൽ അന്ന് SFI ആണ്. SFI മാത്രമേ ഉള്ളൂ. അപ്പോൾ SFI എന്തെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഏറ്റ് വിളിക്കും. 10th 10ാം ക്ലാസ് വരെ. അപ്പോൾ ഈ KSRTC ബസ് അതുവഴി പോകും. ഒറ്റപ്പെട്ട ബസ്സുകളാണ് പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഈ ബസ് തടഞ്ഞു നിർത്തും. ബസ്സിൽ ഉപദ്രവിക്കില്ല. എന്നിട്ട് പറയും, ഡൽഹിയിൽ പോണവരുണ്ടെങ്കിൽ, ഈ ബസ്സിൽ നോക്കിയാണ് മുദ്രാവാക്യം, ഡൽഹി പോണവരുണ്ടെങ്കിൽ ഇന്ദിരയോട് പറഞ്ഞേക്കൂ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി. വെങ്ങാനൂരിൽ, എൻ്റെ സ്ഥലമാണ്, വെങ്ങാനൂരിൽ പിള്ളേരെല്ലാം SFI. അപ്പോഴും എൻ്റെ ബോധമുണ്ട്, ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സാണ്, ബോധമാണ്. അപ്പൊ ഈ ബോധത്തിൽ ഞാൻ ഇങ്ങനെ മിണ്ടോതെ നിൽക്കും കേട്ടോ. ഞാൻ വിചാരിക്കും ഞാനൊരു SFIക്കാരനാണ്, കാരണം അവിടെ SFI മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ വിചാരിക്കും മോശം കേട്ടാ, ഈ ബസ്സിലിരിക്കുന്നവർ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഡൽഹി പോകും. ഡൽഹി പോയി ഇന്ദിരാഗാന്ധിയോട് പറയും. ഇന്ദിരാഗാന്ധിയോട് പറയുമ്പോൾ പാവം അവര് നമ്മുടെ പ്രധാനമന്ത്രിയില് അവരെന്ത് വിഷമിക്കുമായിരിക്കും. മനസ്സിലാവുന്നില്ലേ? എല്ലാ SFI ആണ് എന്ന് അവരെന്ത് വിഷമിക്കുമായിരിക്കും. കാരണം നമ്മുടെ അവിടെ നമുക്ക് വേറെ സ്റ്റുഡൻസ് യൂണിയനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. മറ്റേ KSU എന്നോ ABVP എന്നോ വേറെ എന്തെങ്കിലും പറയാൻ അറിഞ്ഞും കൂടാ. അതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ കോളേജിലൊക്കെ വരുമ്പോഴാണ് അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഈ ബോധം എൻ്റെ ബോധമാണ്. മനസ്സിലാവുന്നില്ല? അപ്പൊ ഈ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാനെന്ന് പറയുന്ന ബോധം നിൽക്കുന്നത്. അപ്പൊ ഈ ബോധം മാറി റിയൽ ബോധത്തിലോട് ഞാൻ എത്തുമ്പോഴാണ് വ്യക്തിബോധമായി പരിണമിക്കുന്നത്. ഈ ബോധമാണ് പ്രപഞ്ചബോധവുമായിട്ട് ചേരുന്നതെന്നുള്ളത്. അപ്പൊ ഈ ബോധം രൂപീകരിക്കുകയാണ് ഏറ്റവും പ്രധാനം. അത് ലയിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതുപോലെ ഈ കിണറിലെ തവള എന്ന് പറയില്ലേ, കൂപമണ്ഡൂകം എന്ന് പറയുന്നല്ല. അത് ചാടിയിട്ട് ചോദിച്ചു, നിന്റെ കടൽ ഇത്രയും വരും, ഇതിനേക്കാൾ വലുതാണ്. എന്നാൽ ഒരു ചാട്ടം കൂടി ചോദിച്ചാൽ ഇത്രയും വരും. അപ്പൊ ഈ ഒരു ധാരണയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം, നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല, പഠിപ്പിക്കാനായിട്ടും ആരുമില്ല, പഠിപ്പിക്കാൻ വരുന്നവരെ നമ്മൾ അംഗീകരിക്കുകയില്ല. കുട്ടി സാറ് പറഞ്ഞു കപ്പൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു എന്ന്. അപ്പോൾ കുട്ടി ചോദിച്ചു, സാർ എങ്ങനെയാണ് സാർ കപ്പൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത്? അപ്പോൾ സാർ മുഖം തിരിച്ച് അപ്പുറത്തോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, കപ്പൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അപ്പോഴും ഈ മോള് ചോദിച്ചു, സാർ എങ്ങനെയാണ് സാർ ഇത് പൊങ്ങി കിടക്കുന്നത്? അപ്പോൾ സാർ 3ാമത്തെ ഏരിയയിലോട്ട് മുഖം തിരിച്ചിട്ട് പറഞ്ഞു, കപ്പൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു. മോള് വീണ്ടും ചോദിച്ചു, സാർ കേട്ടില്ല എന്ന് വിചാരിച്ചു, ചോദിച്ചു, സാർ എങ്ങനെയാണ് സാർ കപ്പൽ? സാറിന് ദേഷ്യം വന്നിട്ട് സാർ മിണ്ടാരി വെച്ചേ, ഞാൻ സ്കൂളിൽ നിന്ന് പണ്ട് എക്സ്കർഷന് കൊച്ചിയിൽ പോയപ്പോഴേ അവിടെയും കപ്പൽ വെള്ളത്തിൽ പൊങ്ങി തന്നെയാണ് കിടന്നതെന്ന്. അജ്ഞത. ഈ തരത്തിലാണ്. അപ്പൊ നമ്മുടെ അകത്തുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയവും ഇതാണ് അജ്ഞത. ഇപ്പൊ നമ്മള് ആർത്തവ സമയത്ത് ക്ഷേത്ര ദർശനം നടത്താമോ? ഒന്നുകിൽ നമ്മൾ സമാധാനത്തിൽ പറയുക, നടത്തിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ടും നടത്തിക്കൂടാ. അതിന് പകരം ഇത് പറയേണ്ട ആളുകൾക്ക് ദേഷ്യം വരെയാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ആർത്തവം, ആർത്തവ രക്തം എന്താണ്, അതിന്റെ എനർജി ലെവൽ എന്താണ്, അത് ശാസ്ത്രീയമായി എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ഇത് പറയാൻ നമുക്ക് ബോധമില്ല. അപ്പൊ ഈ ബോധമില്ലായ്മയെ ബോധമായി കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുക. അതുകൊണ്ടാണ് ഈ പാരാവാരമായിരിക്കുന്ന ഈ ഹൈന്ദവ സംസ്കൃതി ചില സമയത്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നത്. ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, പാരാവാരം അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കഥയുള്ള കാര്യമല്ല. പക്ഷെ എല്ലാ സംസ്കൃതികളെയും ഉൾക്കൊള്ളുന്ന ഒരു മഹാസംസ്കൃതിയാണ് ഇത്. ഈ പറഞ്ഞില്ലേ, മേന്മയേറിയ പട്ടുതൂവാലയുടെ പുറത്ത് നാമജപങ്ങളോട് മാത്രം ഇരിക്കുന്ന, ഒരു ദിവസം 2 ത്രിസന്ധ്യ നേരങ്ങളിൽ 3 സന്ധ്യകളിലും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും കുളിച്ച് ജപിച്ചിരിക്കുന്ന വര്യന്മാരും നമുക്കുള്ളതാണ്. പക്ഷെ 40 വർഷമായിട്ട് കുളിച്ചിട്ടില്ല എന്ന് പറയുന്ന നാഗസന്യാസിയും ഇത് ഉൾക്കൊള്ളുന്ന ഒരു. അതുകൊണ്ടാണ് വൈദേശിക സംസ്കാരങ്ങൾ പലപ്പോഴും കടന്നു വന്നപ്പോഴേ നമ്മൾ അന്ന് ഉണ്ടായിരുന്ന ആളുകളെ ചീത്ത പറയരുത്, കടന്നു വന്നപ്പോൾ നമ്മൾ 2 കൈ കൊണ്ടും സ്വീകരിച്ചത്. മനസ്സിലായില്ലേ? വാസ്കോഡി ഗാമ കാപ്പാട് വന്നിട്ട് ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ്. അവിടെ ക്ഷേത്ര ദർശനം നടത്തിയ സമയത്ത് അദ്ദേഹത്തിന് പ്രസാദം കൊടുക്കുകയാണ്. അപ്പോൾ ഈ തീർത്ഥം കൊടുത്തു, അടുത്ത് നിന്ന് ആളുകളെല്ലാം തീർത്ഥം കുടിച്ചു. രണ്ടാമത് ചന്ദനം വാസ്കോഡി ഗാമയ്ക്ക് ആദ്യം കൊടുത്തു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ആദ്യം തീർത്ഥം കിട്ടിയതുപോലൊരു സാമഗ്രിയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം വായിക്കകത്ത് ചന്ദനത്തിന് കയ്പാണ്, അറിയാമല്ലോ. അദ്ദേഹം പെട്ടെന്ന് അവിടെ ക്ഷേത്രത്തിൽ തുപ്പി എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ അടിച്ചൊന്നും കൊന്നില്ല. ആ ക്ഷേത്ര വിധി പ്രകാരം അവിടെ എന്ത് ചെയ്തു? ഒരു ശുദ്ധി കലശം നടത്തി.
അപ്പം നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് ഹൈന്ദവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ്, എല്ലാത്തിനും സൊല്യൂഷനാണ്. ഇങ്ങനെ ഈ സൊല്യൂഷനാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ട്. നമ്മളെ ആരും തന്നെ പാപികളെന്ന് പറയാറില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, നമ്മളെല്ലാം വിശുദ്ധന്മാരാണ്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങളെ നമ്മൾ വിശുദ്ധവൽക്കരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കുഴപ്പം കാണിച്ച വിശുദ്ധവൽക്കരിക്കില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് പ്യൂരിറ്റി വരുത്തിക്കൊണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിക്ക് ഒരു മീനിങ് അങ്ങനെ പറയാം. അപ്പം അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റി ഈക്വൽ ടു പ്യൂരിറ്റി, ഒരു പരിശുദ്ധിയാണത്. ഇത് എന്ത് തരത്തിൽ കൊണ്ടുപോകണമെന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ വസ്ത്രശുദ്ധി വേണമോ, അന്നശുദ്ധി വേണമോ, ചിന്താശുദ്ധി വേണമോ, അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ്. പക്ഷേ ഈ പരിശുദ്ധിയാണ് ഹൈന്ദവത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മസംഹിതയുടെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശേഷം നിലനിർത്തുന്ന ഒരു സന്യാസി സമൂഹമോ ഒരു ജനവിഭാഗമോ ആണ് അഘോരികൾ എന്ന് പറയുന്നത്. ഈ അഘോരികളെ പറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് പറഞ്ഞു കേൾക്കുന്നൊക്കെ കപാലമാല അണിയുന്നവരാണ്. അല്ലെ, കപാലമാലയേക്കാൾ കൂടുതൽ കപാലം അണിയുന്നവരാണ്. കപാലമാലയല്ല, കപാല ഇപ്പൊ നമ്മളിപ്പോ കാണുന്നില്ലേ, ഇപ്പൊ കുംഭമേളയിൽ അതാണ് ഈ ചിത്രങ്ങളൊക്കെ വരുന്നത്. ചിത്രങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോ കുംഭമേളയിൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് പിന്നെ ഈ പ്ലാസ്റ്റിക് കപാലങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മളുടെ കുറവുകളാണ്. നമ്മളുടെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കപാലം അവിടെ കൊണ്ടുവച്ച് കച്ചവടം നടത്തണമെന്നല്ല അർത്ഥം. അപ്പൊ ഇതൊക്കെ നമ്മൾ വേഷം കെട്ടലിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഇങ്ങനെയാണെന്ന് പോകുന്നതാണ്. അല്ലാതെ ഈ വൈശിഷ്ട്യത്തെ കുറച്ച് കാണണ്ട. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തെറ്റായിട്ട് നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ, കേരളം വിട്ടുപോയ ചില ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ പോകുന്ന സമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് കാശ് കൊടുത്ത ക്ഷേത്രം തുറന്നു തരും, വിഗ്രഹത്തിൽ തൊടാനും പറ്റും എന്ന് പറഞ്ഞാൽ അതാണ് ടെമ്പിൾ സയൻസ് എന്ന് വിശ്വസിക്കരുത്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ ആളുകൾ ചിലപ്പോൾ കാവ്യ ഉടുക്കുന്ന ഒരാൾ ദോഷം ചെയ്യുമായിരിക്കും. ഒന്നത് കാവ്യെക്കുറിച്ചൊരു സംഭവം അറിയാലോ. നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഗൃഹസ്ഥാശ്രമിയും കാവ്യ ഉടുക്കാറില്ല. പ്യുവർ അതിൽ നിൽക്കുന്നവർ, സ്പിരിച്വാലിറ്റി നിൽക്കുന്നവർ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഗൃഹസ്ഥാശ്രമികളും കൂടെ കാവ്യ ഉടുക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗൃഹസ്ഥാശ്രമികൾ മോശമെന്നല്ല അതിൻ്റെ അർത്ഥം. കാവ്യെ ഇവിടുത്തെ ഗൃഹസ്ഥാശ്രമിയും അത്ര പരിശുദ്ധമായി തന്നെ കാണുന്നു. അല്ല, അതിന് നെഗറ്റീവായിട്ട് കാണരുത്. ഇവിടെ എല്ലാവരും കാവ്യ ഉടുന്നു അങ്ങനെ പറയരുത്. കാവ്യെ നമ്മുടെ ഗൃഹസ്ഥാശ്രമം, കേരളത്തിലെ ഗൃഹസ്ഥാശ്രമികളും പരിശുദ്ധമായി കാണും. അമ്പലത്തിൽ പോകുമ്പോൾ കാവ്യ ഉടുത്തോണ്ട് പോകുക, കുളിച്ചതിന് ശേഷം കാവ്യ ഉടുക്കുക, അതുവരെ ഒരു പ്യൂരിറ്റി. ഒരു കുട്ടി തോർത്ത കൊടുത്ത് അതുവരെ നിൽക്കും. പക്ഷെ കുളിച്ചതിന് ശേഷമായിരിക്കും ഇവർ കാവ്യ വസ്ത്രം അണിഞ്ഞിട്ട് ദീപമൊക്കെ ജ്വലിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഹൈന്ദവരുടെ മാത്രമല്ല കേട്ടോ. എൻ്റെ തന്നെ ഒരുപാട് ക്രൈസ്തവ സുഹൃത്തുക്കൾ കാവ്യ ഉടുക്കുന്നവരുണ്ട്. പക്ഷെ അതിനെ അവർ വിശുദ്ധിയായിട്ട് തന്നെയാണ് കാണുന്നത്, അല്ലാതെ ഏതോ ഹൈന്ദവന്റെ വസ്ത്രം അങ്ങനെയല്ല. പല സഭയുടെയും ഇപ്പോ ബിഷപ്പുമാർ അതുകൊണ്ടുണ്ട്. പക്ഷെ ആദ്യകാലത്തെ ഉണ്ട് ഈ ഭാരതീയത ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇപ്പൊ ജീസസ് ഇൻ കാശ്മീർ എന്ന് പറയുന്ന ഒരു വലിയ ചർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ത്യാഗത്തിന്റെ ഒരു മൂർത്തിഭാവമായിട്ട് അദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ടേ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഋഷി വര്യന്മാരുടെ പോലത്തെ രൂപമല്ലേ അദ്ദേഹത്തിന്റെ പിക്ചറൊക്കെ ശ്രീ എമ്മിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോ അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഋഷീശ്വരൻ, നമുക്ക് എത്രയോ ഋഷീശ്വരന്മാർ കിടക്കുന്നു, സിദ്ധന്മാർ 18 ദക്ഷിണേന്ത്യ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് അത്രയും വലിയ എന്താ പറയുക, അത്രയും വലിയ വൈദഗ്ധ്യം നമുക്കുണ്ടെന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, എനിക്ക് കൗതുകം കൂടിയാണ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഈ ഇവരെ കൂടെ ജീവിച്ച് അവരെ ഒപ്പം നടന്ന് ആ ഒരു പിരിയുന്നൊരു സമയമുണ്ടല്ലോ, അങ്ങയുടെ ഒരു ബോധതലവും പലപ്പോഴും മാറിക്കാണും. ഈ പകുതി ദിവസങ്ങളിൽ ഈ 2 പ്രാവശ്യം എനിക്ക് പരാജയമായിരുന്നല്ലോ. 2 പ്രാവശ്യം വെറും കാശി പോയിട്ട് വിശ്വനാഥനെയൊക്കെ കണ്ടിട്ട് പോരുന്ന ഒരവസ്ഥയും കുറച്ച് യാത്രകളും ഒക്കെ ആയിരുന്നു. ഈ 3-ാം പ്രാവശ്യം ഈ പകുതി ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ ഒരു ബോധത്തിനകത്തേക്കായി. അതായത് നമ്മൾ ഈ കുട്ടൻ തമ്പുരാന്റെ ബോധമില്ലേ സിനിമയിലെ, സർഗത്തിലെ ആ ബോധത്തിൽ ഞാൻ കുട്ടൻ തമ്പുരാനെ കുറിച്ച് പറയാം. ഞാനന്ന് യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയമാണ്. അന്ന് ഫിലിം ഫെസ്റ്റിവലിലാണ് ഞാനിത് കാണുന്നത്, നമ്മുടെ കലാഭവൻ തിയേറ്ററിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കാശൊന്നുമില്ലല്ലോ, കുറച്ച് കൺസെഷനൊക്കെ ഉള്ളൂ. പക്ഷെ കൺസെഷൻ തമ്പാനൂരിൽ കൺസെഷൻ പതിക്കും. ഇപ്പോൾ നമ്മുടെ വഴുതക്കാടാണ് കലാഭവൻ തിയേറ്റർ. അപ്പോൾ വഴുതക്കാട് നിന്ന് തമ്പാനൂരിൽ നടന്നു വരണം. അപ്പോൾ എൻ്റെ കൂടെ 1-2 സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ഇങ്ങനെ, പ്രത്യേകിച്ച് ഞങ്ങൾ ഡിഗ്രി പീരീഡാണ്. പക്ഷെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ തമ്പാനൂർ വരുമ്പോഴും എൻ്റെ ഈ കഴുത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ അച്ഛനെന്തോ പശുവിനെ അങ്ങനെ കുറച്ചെന്തോ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ രാത്രിയൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. അമ്മയോട് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ ബോധം ഇങ്ങനെ രാത്രി ഞാൻ ഇത് യൂറിൻ പാസ് ചെയ്യാൻ എണീക്കുമ്പോഴും ഇത് തന്നെ. പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീക്കുമ്പോഴും
ഈ ബോധം എന്നിൽ അധിഷ്ഠിതമായിരുന്നു. പിന്നെ എപ്പോഴും അങ്ങ് അടുത്ത ദിവസം കോളേജൊന്നും ഇല്ലായിരുന്നു, പിന്നെ അങ്ങ് പോയി എന്നുള്ളത്. അപ്പം അതുപോലെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബോധത്തിനകത്തായി ഞാൻ പകുതിയിൽ കൂടുതൽ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു അഘോരി ബോധമുണ്ടല്ലോ. പക്ഷെ റിയൽ അഘോരി എന്തെന്ന ബോധം എനിക്കില്ല. പക്ഷെ ഇവരുടെ ഒരു കൾച്ചറുണ്ട്. ഈ കൾച്ചറിനകത്ത് എൻ്റെ കൂടെ അദ്ദേഹമുണ്ട്, അദ്ദേഹമുണ്ട്. പക്ഷെ ഈ ബോധത്തിനകത്ത് നമ്മളായി. പിന്നെ ഇവരോട് നമുക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങി. പക്ഷെ അവർ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പെടുന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ, അവരുടെ ബോധത്തിൽ ഇഷ്ടമുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവർ പ്രത്യക്ഷത്തിൽ നമ്മളോടൊരു ഇഷ്ടം, നമ്മളിപ്പോൾ അത്തരം ആശയവിനിമയങ്ങളില്ല. ആശയവിനിമയമുണ്ട്, വളരെ ചെറുതാണ്. പക്ഷെ ഇവർ നമ്മളെ ഇപ്പം നമ്മളൊരു ആശ്രമത്തിൽ ചെന്നാൽ ഒരു 2 ദിവസം അവിടെ തങ്ങിയാൽ തന്നെ മഠാധിപതിയെ, ഞാൻ പല ആശ്രമങ്ങളിലും താമസിച്ചിട്ടുണ്ട്, ഈ മഠാധിപതികൾ നമ്മളെ വിളിക്കും. ആ മറ്റേ കറുത്ത ചെറുക്കൻ എവിടെയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പോയി അത് ഇരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെ ചേർത്ത് നിർത്തുക, സീറ്റ്സ് തരിക, അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ അടുത്ത്, അവിടെ ഒന്നും ആരും ഇരിക്കാൻ സമ്മതിക്കില്ല, നമ്മളെ ഇരുത്തുക, നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗാർഡനിലൂടെ നടക്കുക. അപ്പം കുറച്ചുകൂടെ ഒരു എന്ത് പറയുന്ന ഒരു സിമ്പതിയും കൂടെ ഉണ്ടല്ലോ അതിനകത്തെ. ഇത് പക്ഷേ അങ്ങനെ ഒരു സാധനവും വർക്കൗട്ട് ചെയ്യുന്നില്ല, വർക്കൗട്ടായില്ല. പക്ഷെ ഞാൻ ഹൃദയം കൊണ്ടും എൻ്റെ ശരീരഭാഷ കൊണ്ടും അവരോട് ലയിക്കുന്നില്ല, പക്ഷെ അവരോട് ചേരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ തിരിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ചിതുണ്ടായി. പക്ഷെ തിരിച്ചു വരുന്ന ഒരു ടൈമിൽ ഇവരുടെ ഒരുപാട് ആളുകളെ 2 പേരിൽ നിന്നാണ് ലാസ്റ്റിൽ ഞങ്ങൾ പിരിയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അപ്പോഴും ഒരു ശവപൂജയുടെ സമയമാണ്. അവിടെ പോയി ഞാൻ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പെർമിഷൻ തന്നുമില്ല, തരാതിരുന്നുമില്ല. അദ്ദേഹം പെർമിഷൻ തന്നിട്ടുമില്ല, തരാതിരുന്നുമില്ല. പ്രസാദം അതിനു മുമ്പേയൊക്കെ പ്രസാദം തന്നിരുന്നു. പ്രസാദം എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് ബോഡിയുടെ ഇത് തന്നിരുന്നു. പക്ഷെ അല്ലാതെ ഈ സമയത്ത് നമ്മൾ പിരിയുന്ന സമയത്ത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ വണങ്ങിയിട്ട് ഇത് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങാനെന്ന് പറഞ്ഞ് അങ്ങനെ വരെയാണ്. ഒന്നുമില്ല. വീണ്ടും ഞങ്ങൾ വളരെ ദുർഘടമായ പാതയിലൂടെയാണ് യാത്ര ചെയ്തത്. അപ്പോഴേക്കും നമ്മൾ ഒറ്റപ്പെട്ട ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ നദീതീരത്തെല്ലാം തന്നെ കണ്ടിട്ടുണ്ട്, നദിയിൽ കണ്ടിട്ടുണ്ട്. ഇവർ ചെറിയ വാഹനങ്ങൾ ഓടിക്കാറുണ്ട്, ഈ വള്ളം പോലത്തെ ഇതുണ്ട്. കാരണം ഇതൊന്നും തന്നെ ഇവരുടെ വാഹനങ്ങളല്ല, ഇവരാരുടെയും വാഹനം എടുത്ത് ഓടിക്കുന്നു. അവിടെ ഈ സ്പീഡ് ബോട്ടും മറ്റേ മെഷീൻ ഘടിപ്പിച്ചത് അതെല്ലാം ഇവരെടുത്ത് ഓടിക്കാറുണ്ട്. കാരണം ഇവരെല്ലാം തന്നെ എല്ലാ തരത്തിലും എക്സ്പെർട്സ് ആണ്. നമ്മളിപ്പോൾ ഒരു MVD വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വരുമ്പോൾ അദ്ദേഹം കേവലം ഒരു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മാത്രമല്ല, അദ്ദേഹം വാഹനം ഓടിക്കുന്ന ഒരു മിനിസ്റ്ററും കൂടെ ആയിരിക്കുമല്ലോ. അതുപോലെയാണ്. അങ്ങനെന്താണ് സംശയം പറഞ്ഞത്? ഈ ഇവരുടെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ പല ഈ ശവം കഴിക്കുമെന്നൊക്കെ പറഞ്ഞ